ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജേർണലിംഗ് ഒക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 ജേർണൽ സെറ്റാട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ ആദ്യത്തേത് വരുന്നത് ഈ ഒരു സ്റ്റാറി നൈറ്റിന്റെ തീമിലുള്ള ജേർണൽ സെറ്റാണ് കേട്ടോ. സോ ഇതിങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലുള്ള ബുക്കാണ് കേട്ടോ. ഇതൊരു A6 സൈസിൽ വന്നിട്ടുള്ള ബുക്കാണ്. ഇത് കണ്ടല്ലോ, നമ്മൾ സ്റ്റാറി നൈറ്റിന്റെ തീമിൽ തന്നെയാണ് ഇതിന്റെ കവറും വന്നിട്ടുള്ളത്. പിന്നെ ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തെ സെറ്റിൽ വരുന്നത് കൂടുതലും ഗ്രിഡ് ലൈൻസ് വരുന്ന പേജസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജേർണലിങ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ പേജസ് ഒക്കെ അത്യാവശ്യം നല്ല തിക്കും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ബുക്ക് വേറെ വാങ്ങി സപ്ലൈസ് വേറെ വാങ്ങണേക്കാട്ടിലും നല്ലതാണ് ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങുന്നത്. എന്നാൽ പിന്നെ നമുക്ക് എല്ലാം പാടെ ഒരുമിച്ച് കിട്ടുമല്ലോ. പിന്നെ ഉള്ളത് ഇതേപോലത്തെ കുറച്ച് നോട്ട് പാഡ് ആണ് കേട്ടോ, അതല്ലെങ്കിൽ നോട്ട് പേപ്പർ എന്നൊക്കെ പറയാം. അപ്പം ഇതിങ്ങനെ ഇതും നേരത്തെ കാണിച്ചതും കൂടി കൂട്ടിയിട്ട് 60 പീസസ് ആണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഉള്ളത് 2 എൻവലപ്പാണ് കേട്ടോ. ഈ കാണിക്കുന്ന രണ്ടുമാണ് അതിൽ വന്നിട്ടുള്ളത്. സ്റ്റാറി നൈറ്റിന്റെ മാത്രമല്ല, വാൻകോക്ക് ചെയ്തിട്ടുള്ള വേറെയും കുറച്ച് പെയിന്റിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇപ്പൊ കാണിച്ചതാണ് സ്റ്റാമ്പ്സ്, അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫോൾഡിങ് നോട്ട്സ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. അടുത്തത് കാണിക്കുന്നത് കുറച്ചധികം സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കറിന് വാഷി സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊരു 8 പീസ് വരുന്നുണ്ട്. അപ്പൊ കാണുന്നുണ്ടല്ലോ ഇതിന്റെ ഒരു ഭംഗി. പിന്നെ ഞാൻ ഇതുവരെ കാണാത്ത ഒന്നാണ്, സാധാരണ ഇങ്ങനത്തെ ജേർണൽ സെറ്റില് കാണാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അതെന്താണ്, നമ്മുടെ ഈ ഒരു ഡോട്ട് സ്റ്റിക്കേഴ്സും അതേപോലെ കോഡ് സ്റ്റിക്കേഴ്സും. അപ്പൊ അങ്ങനെ അതൊരു 3 കൂടി വരുന്നുണ്ടേനി ഈ ഒരു വാഷി സ്റ്റിക്കേഴ്സിന്റെ കൂടെ. അടുത്തത് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരൊറ്റ വാഷി ടാപ്പാണ് കേട്ടോ. വാഷി ടാപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ ഇതിന്റെ മെയിൻ തീമായിട്ടുള്ള സ്റ്റാറി നൈറ്റിന്റെ തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ. സോ പിന്നെ ഉള്ളത് കുറച്ചധികം സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് ഫ്രെയിം കാർഡ്സ് ഉണ്ട്, ഒരു 5 പിന്നെ അതല്ലാതെ കാർഡ്സ് പറഞ്ഞിട്ട് ഒരു 5 പീസസ് ഉണ്ട്. പിന്നെ കുറച്ച് PVC കാർഡ്സും കൂടി ഉണ്ട് കേട്ടോ. അതും ഒരു 5 ആണ് വന്നിട്ടുള്ളത്. PVC കാർഡ്സ് ആണ് കേട്ടോ ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ആ ഒരു കാർഡിന്റെ സെറ്റിൽ വന്നിട്ടുണ്ടായിന്. കുറച്ചധികം സ്റ്റിക്കേഴ്സ് കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ വാൻകോക്കിന്റെ തീമിൽ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് എന്തായാലും മേടിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് കുറച്ച് അധികം പേപ്പേഴ്സ് ആണ് കേട്ടോ. അതായത് പാറ്റേൺ പേപ്പേഴ്സ്. നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ ആവശ്യമുള്ളത് പാറ്റേൺ പേപ്പേഴ്സ് ആണല്ലോ. സോ ഇതിൽ വന്നിട്ടുള്ളത് 3 സൈസിലായിട്ടാണ് ഈ ഓരോ പേപ്പേഴ്സും വന്നിട്ടുള്ളത് കേട്ടോ. സോ ആദ്യത്തേത് ഇങ്ങനെ ഈ ഒരു സൈസിൽ 5 ആണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടല്ലോ, വാൻകോക്കിന്റെ ഓരോ പെയിന്റിംഗ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് പോലുള്ള. അപ്പൊ അതിൽ വന്നിട്ടുള്ള വാൻകോക്കിന്റെ കുറച്ച് പെയിന്റിങ്സ് ആണ് കേട്ടോ ഇത്. അതും ഒരു 5 ആണ് വന്നിട്ടുള്ളത്. അടുത്തത് പിന്നെ കുറച്ച് വാൻകോക്കിന്റെ തന്നെ പെയിന്റിങ്സ് കുറച്ചും കൂടി വലുപ്പമുള്ള സൈസിൽ വന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇതും ഒരു 5 പീസാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കുറെ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റാറി നൈറ്റിന്റെ തീമിൽ വന്നിട്ടുള്ളത്. പിന്നെ പറയാൻ വിട്ട കാര്യം, ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് 320 രൂപക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഇതേപോലെ ഒരു വൗച്ചറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ പറയണത് എന്താ വെച്ചാൽ, നമ്മൾ മേടിച്ചിട്ടുള്ള ആ ഒരു ആപ്പിൽ നമ്മൾ നല്ലൊരു റേറ്റിംഗ് കൊടുത്തിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 രൂപ മുതൽ 50 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും എന്നാണ് പറയണത്. സോ അതും കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ള ഈ 320 എന്നുള്ളത് നമുക്കൊരു 250 270 ആ ഒരു രൂപക്ക് ഈ ഒരു ജേർണൽ സെറ്റ് കിട്ടും കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
ഇനി കാണിക്കുന്ന ഈ ജേണൽ സെറ്റ് ഉണ്ടല്ലോ, വിൻറ്റേജ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലുള്ള ഒരു സെറ്റാട്ടോ കാണിക്കുന്നത്. ഇതിന്റെ തീം വരുന്നത് ഒരു മഷ്റൂം തീമിലാട്ടോ, ഒരു മഷ്റൂം ലാംഗ്വേജിന്റെ തീമിലാണ് വരുന്നത്. അപ്പൊ നമുക്കിത് നോക്കാട്ടോ. അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഈ ഒരു ബുക്കാണ് വരുന്നത്. ഈ ഒരു ബുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ A6 സൈസിലാണ് വരുന്നത്. പിന്നെ ബുക്കിന്റെ കവറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ തീമിലാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ തീം പറഞ്ഞാല് ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ കവറൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളെ ഇപ്പത്തെ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ചെയ്യാൻ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേറെ തീം ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ എന്തൊക്കെയാ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ. ഈ പാറ്റേൺ പേപ്പേഴ്സിൽ കണ്ടല്ലോ, മഷ്റൂമിന്റെ കുറെ പാറ്റേൺസ് ഒക്കെ വന്നിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഈ ഒരു സൈസിലുള്ളത് വന്നിട്ടുള്ളത്. പിന്നെ 2 എൻവലപ്പ് ആണ് കേട്ടോ. ഈ ഒരു സൈസിലാണ് എൻവലപ്പ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിന്റെ ബാക്കും അതേപോലെ ഫ്രണ്ടും ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സെറ്റിൽ 2 വാഷി ടാപ്പ് ഉണ്ട്. കണ്ടല്ലോ, രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആദ്യത്തേത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേല് മഷ്റൂമിന്റെ പിക്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളതാട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കുറച്ച് നോട്ട് പേപ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ബോർഡറിലും ഇതേപോലെ മഷ്റൂമിന്റെ പിക്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. സോ അടുത്തത് ഫോൾഡിംഗ് നോട്ട്, അതല്ലെങ്കിൽ നമ്മളെ സ്റ്റാമ്പ് എന്നൊക്കെ പറയണത്. നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ടോട്ടൽ ഒരു 10 വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പൊ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ജേണൽ സെറ്റിലാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ജേണൽ സെറ്റിനെയും കാട്ടി കൂടുതൽ സപ്ലൈസ് ഉള്ളത്. അപ്പൊ ഇതിലൊരു 346 പീസസ് വരുന്നുണ്ട്, അതായത് കുറെ സപ്ലൈസ് ഉണ്ട്. അപ്പൊ അടുത്തത് ടു ഡു ലിസ്റ്റ് ആണ് കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കാൻ പറ്റിയിട്ടുള്ള ഇതേപോലത്തെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ കുറെ വരുന്നോണ്ട് തന്നെ ഇത് എത്ര നാളിലെന്ന് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ ഇതിലങ്ങനെ പറയാൻ പറ്റണില്ല. പിന്നുള്ളത് നമുക്ക് നോട്ട്സ് ഒക്കെ എഴുതാൻ പറ്റിയിട്ടുള്ള ഇതേപോലത്തെ കുറച്ച് നോട്ട് പേപ്പേഴ്സും കൂടി ഉണ്ട് കേട്ടോ. കുറച്ചേ പറയാൻ പറ്റില്ല, കുറച്ച് കുറേ തന്നെ ഉണ്ട്. അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം, സ്റ്റിക്കേഴ്സ്. ഈ സ്റ്റിക്കേഴ്സ് ഇതേപോലെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷീറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ, നിങ്ങൾക്ക് കാണാലോ. ഇതിന്റെ കൂടെ തന്നെ സ്റ്റാമ്പ്സും ഉണ്ട്. പിന്നെ ഇതൊരു വാഷി സ്റ്റിക്കേഴ്സ് ആണ്, നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അതേപോലത്തെ വാഷി സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഈ ഒരു സെറ്റിൽ ഞാൻ കൂടുതൽ സപ്ലൈസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ആദ്യം കാണിച്ചതിനെക്കാട്ടി കൂടുതൽ സ്റ്റിക്കേഴ്സ് ആയാലും സാധനങ്ങളൊക്കെ ആയാലും ഇതിലാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പൊ ഇപ്പൊ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ വാഷി സ്റ്റിക്കേഴ്സ് ആണ്. അടുത്ത് വന്നിട്ടുള്ളത് കുറച്ചധികം കാർഡ്സ് ആണ് കേട്ടോ. ഈ ഒരു കാർഡ്സിൽ നമുക്ക് ഫ്രെയിം കാർഡ് വരുന്നുണ്ട്, അതേപോലെ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ അത് മെയിൻ ആയിട്ട്. ഇത് തന്നെ പല ഷേപ്പിലും ഉണ്ട്, നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പല ഷേപ്പിൽ ഈ ഒരു കാർഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള ഓരോ കാർഡ്സ് കേട്ടോ. പിന്നെ ഇനി നമ്മളെ ലാസ്റ്റ് ഐറ്റം പാറ്റേൺ പേപ്പേഴ്സ്. അപ്പൊ ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് ഈ ഒരു സൈസിനുള്ള 5 കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പിക്ചേഴ്സ് എന്ന് പറയണത് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് അധികം വലുപ്പമുണ്ട്, നേരത്തെ കാണിച്ചതിനെ കാട്ടിയിട്ടും കുറച്ചും കൂടി വലിയ സൈസിലുള്ളതാട്ടോ. ഈ ഒരു പാറ്റേൺ പേപ്പർ കാണാൻ നല്ല ഭംഗിയുണ്ട്, നേരത്തെ കാണിച്ചതിനെ കാട്ടിൽ രസമുണ്ട് കേട്ടോ. നമ്മള് റൂമിന്റെ ഒരു കോർണറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമരിലൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അതിനും കൂടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പൊ നമ്മളെ ജേണൽ സപ്ലൈസ് ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ജേണൽ സെറ്റ് ആണ്. പിന്നെ ഞാൻ ഇതിന്റെ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ, 370 ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഇത് വെർത്താണ് കേട്ടോ. അപ്പൊ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, താഴെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ജേണൽ സെറ്റിന്റെ പെട്ടി പൊട്ടിക്കാം. സോ ഈ പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു ജേണൽ സെറ്റ് കണ്ടാല് വാവ് എന്ന് പറയൂ കേട്ടോ. അതല്ലെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ എന്നെങ്കിലും നിങ്ങൾക്ക് തോന്നി പോകുന്ന ഒരു ജേണൽ സെറ്റ് ആണ്.
അപ്പോൾ ഇത് വന്നിട്ട് ഡാർക്ക് പിങ്ക് വിക്ടോറിയൻ സ്റ്റൈലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയില്ലേ? സോ നമുക്ക് ഈ പെട്ടി പൊട്ടിച്ച് നോക്കാം. ഇതിലും 346 പീസസ് ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 330 ആണ്. നമ്മൾ ഓഫറിലൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറയും കേട്ടോ. സോ നമുക്ക് ഇതിൽ വരുന്നത് എന്തൊക്കെയെന്ന് ഓരോന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാത്തിലും കാണിച്ച പോലെ തന്നെ ബുക്കാണ് കാണിക്കുന്നത്. ഇതും നമ്മളെ ഗ്രിഡ് ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള ബുക്ക് തന്നെയാണ്. പക്ഷെ ഈ ബുക്കിന്റെ കവർ കാണാനാണ് കേട്ടോ നല്ല ഭംഗി. സോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പിങ്ക് കളറൊക്കെ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേണൽ സെറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അത്രേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ, ബാക്കി നമുക്ക് കാണാം. സോ പിന്നെ ഇതിൽ വരുന്നത് ഇതേപോലത്തെ കുറച്ച് കാർഡ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇതേപോലെ ഫ്രെയിം വരുന്നുണ്ട്, കാർഡ്സ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് അപ്പോൾ ആ ഒരു പാക്കിൽ വന്നിട്ടുള്ളത്. അടുത്തത് നോട്ട് പേപ്പർ ആണ് കേട്ടോ. നോട്ട് പേപ്പർ രണ്ടും കൂടി കൂടിയിട്ട് 60 പീസസ് വന്നിട്ടുണ്ട്. പിന്നെ മേലെ കണ്ടില്ല ഒരു 3 ക്ലിപ്പ്, ആ ഒരു പേപ്പർ ക്ലിപ്പും കൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ നോട്ട് പേപ്പറിലുള്ള അടുത്തൊരു സെറ്റ് ആട്ടോ ഇതൊരു ബ്രൗൺ തീമിലാണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ കണ്ടില്ലേ? പിന്നെ എല്ലാത്തിന്റെ കൂടെ ഉണ്ടാവണ ഇങ്ങനത്തെ 2 എൻവലപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സ്റ്റാമ്പ്സ്, അതല്ലെങ്കിൽ ഫോൾഡിംഗ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾഡിംഗ് നോട്ട്സ് ഒരു 10 പീസസ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് പിന്നെ വാഷി ടേപ്പാണ്. ആദ്യത്തെ ഒരു വാഷി ടേപ്പിന്റെ ഡിസൈൻ ആട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നത്തെ കാണിച്ചിട്ടുള്ളത് ഇതാണ്. നമ്മൾ ആ മഷ്റൂമിന്റെ കാണിച്ചിട്ടുള്ള അത്രക്കാണ്ട് വാഷി ടേപ്പ് അടിപൊളിയൊന്നല്ല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതേപോലത്തെ കുറച്ചൊരു ട്രേസിംഗ് പേപ്പേഴ്സ് ആണ്. അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രേസിംഗ് പേപ്പേഴ്സിൽ വരുന്ന കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ് കാണിക്കുന്നത്. അത് വന്നിട്ടുള്ളത് 5 ഷീറ്റാണ്. ഇനി കാണിക്കുന്നത് വാഷി സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഈ വാഷി സ്റ്റിക്കേഴ്സ് 6 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇനി നമുക്ക് കുറച്ചധികം പാറ്റേൺ പേപ്പേഴ്സ് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 2-3-4 സൈസിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടോക്കാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാന്. അപ്പൊ എന്നെ പോലെ നിങ്ങൾക്കും ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ജേർണലിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമ്മൾ ഇങ്ങനത്തെ ഏത് ടൈപ്പ് വീഡിയോസ് ഒക്കെ ഇനിയും ഇടണം എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കണ്ട. പിന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ജേർണൽ സപ്ലൈസിന്റെ ഒക്കെ പ്രൈസ് ഒക്കെ ഓഫറിനനുസരിച്ചിട്ട് ഇനിയും കുറയലുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.